ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ലിവർപൂൾ സൂപ്പർ താരമായിട്ടുള്ള സലാഹിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കതിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് ബ്ലോഗ് ചാനൽ. ലിവർപൂൾ സൂപ്പർ താരം സലാഹ് ലിവർപൂളിൽ നിന്ന് പടിയിറങ്ങുന്നു. അതെ, ലിവർപൂളിൻ്റെ അടുത്ത മത്സരം തൻ്റെ അവസാന മത്സരമായിരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുക. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ആൻഫീൽഡിൽ അവസാന മത്സരമാവുമെന്നുള്ള സൂചനകൾ നൽകിയിരിക്കുകയാണ് സലാഹ്. ലിവർപൂൾ സൂപ്പർ താരമായിട്ടുള്ള സലാഹ് ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ അമ്മയെയും മാതാപിതാക്കളെയും വിളിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്, ബ്രൈറ്റൺ ഗെയിമിന് വരൂ. ഞാൻ കളിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഞാൻ അത് ആസ്വദിക്കുമെന്നാണ് സലാഹ് വ്യക്തമാക്കിയിട്ടുള്ളത്. സൂപ്പർ താരം സലാഹ് ആരാധകരോട് ഒരു കാര്യം വ്യക്തമാക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ആരാധകരോട് വിട പറയാൻ ഞാൻ ആൻഫീൽഡിൽ കാണും. ഞാൻ ആഫ്രിക്ക കപ്പിന് പോകും. ഞാൻ അവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അടുത്തതായി എന്ത് സംഭവിക്കുമെന്നും എനിക്കറിയില്ല എന്നാണ് സലാഹ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത് സൂപ്പർ താരം സലാഹിനെ കുറിച്ചിട്ടുള്ളായിരുന്നു. വേറൊന്നുമല്ല, ലിവർപൂളിൻ്റെ സൂപ്പർ താരം സലാഹ് ലിവർപൂളിൽ നിന്നും പടിയിറങ്ങുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ലിവർപൂളിൻ്റെ ആരാധകർക്ക് വളരെയധികം വിഷമം നൽകുന്നതും. കാരണം ലിവർപൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ലിവർപൂൾ എന്ന് കേൾക്കുമ്പോൾ, ലിവർപൂൾ എന്ന് പറയുന്ന ആ ക്ലബ്ബ് കേൾക്കുമ്പോൾ, ഏതൊരു ഫുട്ബോൾ ഇനിയിപ്പോൾ അത്ര വലിയ നോളേജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ലിവർപൂൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക സലാഹ് എന്ന് പറയുന്ന ഒരൊറ്റ പേരാണ്. സോ അദ്ദേഹം അത്രത്തോളം അത്ര വലിയ ഇമ്പാക്റ്റ് ആ ടീമിന് വേണ്ടി കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം സലാഹ് ഇങ്ങനെ പടിയിറങ്ങുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആകെ വിഷമത്തോടെയും സങ്കടത്തോടെയാണ് പറയുന്നത്. എൻ്റെ എല്ലാ ആരാധകരും ബ്രൈറ്റന് വേണ്ടി എതിരെയുള്ള ആ മത്സരത്തിനും നിങ്ങൾ വരണം. എൻ്റെ മാതാപിതാക്കളെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അത് അന്ന് എന്നെ കളിക്കാൻ ഇറക്കുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ അന്ന് അവിടെ ഉണ്ടാകും. നമുക്കത് ആസ്വദിക്കണം. നിങ്ങളെല്ലാവരും വരണം. നിങ്ങൾ എന്നെ എങ്ങനെയാണോ നിങ്ങളിവിടെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്, എന്നെ എങ്ങനെയാണോ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്, അതിലൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് വരണം എന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കി. ഇത് കേൾക്കുമ്പോൾ നമുക്കും ഈ ഫുട്ബോൾ ആരാധകർക്ക് വളരെയധികം സങ്കടം നൽകുന്നതാണ്. ഇതിഹാസങ്ങളൊക്കെ പടിയിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ഇതിനോടുള്ള മറുപടി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ആ മറുപടി താഴെ കമൻറ്റായി അറിയിക്കാം. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.